വ്യവസായ ലോകത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മരപ്പാവകളുടെ നിർമ്മാണം കൊണ്ട് ലോകം മുഴുവൻ പ്രശസ്തമായ ഒരു ഗ്രാമമാണ്. കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ കർണാടകയിലെ രാമനഗര ജില്ലയിൽ ഉൾപ്പെടുന്ന ചന്നപട്ടണ ഗ്രാമം. 1751 മുതൽ 1799 വരെ മൈസൂർ ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താൻ തനിക്ക് സമ്മാനമായി ലഭിച്ച ഒരു പേർഷ്യൻ കളിപ്പാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മരപ്പാവകൾ നിർമ്മിക്കുന്നതിന് പ്രാദേശിക തൊഴിലാളികളെ പ്രാപ്തരാക്കി. അത്തരം തൊഴിലാളികളുടെ ഒരു ഗ്രാമമാണ് ചന്നപട്ടണ. പിന്നീട് അവർ നിർമ്മിച്ച മരപ്പാവകൾ ചന്നപട്ടന ടോയ്സ് എന്ന പേരിൽ ലോകം മുഴുവൻ പ്രശസ്തമായി. ചന്നപട്ടണ ഗ്രാമത്തിൽ ഇപ്പോൾ ഏകദേശം 254ഓളം ചെറുകിട ഗാർഹിക യൂണിറ്റുകളും 50ഓളം ഇടത്തരം ഫാക്ടറികളും മരപ്പാവ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മരപ്പാവകളുടെ നിർമ്മാണ പ്രക്രിയ വളരെ സങ്കീർണവും കഠിനമേറിയതുമാണ്. ഇവയെ പ്രധാനമായും 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു: കാർവിംഗ്, പോളിഷിംഗ്, ലാക്വറിംഗ്, പെയിന്റിംഗ്. കനം കുറഞ്ഞതും മിനുസവും എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായ മരങ്ങളാണ് പാവ നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള മരം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവയെ നിശ്ചിത അകലത്തിൽ മുറിച്ച് നിർമ്മാണത്തിനായി തയ്യാറാക്കുന്നു. ഈ മരങ്ങൾ പ്രത്യേകതരം ഉളികൾ ഉപയോഗിച്ച് അവയെ വേണ്ട ആകൃതിയിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് ഏറ്റവും കഠിനവും സങ്കീർണവുമായ പാവ നിർമ്മാണത്തിലെ 1ാം ഘട്ടം. മരത്തിനെ മനസ്സിൽ കണ്ട രൂപത്തിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അവയെ മിനുസപ്പെടുത്തുന്ന പ്രക്രിയയാണ് 2ാം ഘട്ടത്തിൽ നടക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ പ്രകൃതിദത്തമായ ചായങ്ങൾ കൊണ്ട് അവയ്ക്ക് നിറങ്ങൾ നൽകുന്നു. അവസാനത്തെ ഘട്ടത്തിൽ ഈ നിറങ്ങളുടെ ഭംഗി കൂട്ടുന്നതിനും അവയെ ദീർഘകാലം പുതിയതുപോലെ നിലനിർത്തുന്നതിനും അവയ്ക്ക് മുകളിൽ ഒരു പ്രത്യേകതരം ആവരണം പോളിഷിംഗ് ചെയ്യുന്നു. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പൂക്കളും പഴങ്ങളും ഇലകളും എല്ലാം അരച്ചു ചേർത്താണ് പെയിന്റിങ്ങിനുള്ള ഡൈ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മരപ്പാവകൾ കുട്ടികളുടെ ആരോഗ്യത്തിന് ദോഷകരമല്ല. വ്യത്യസ്തമായ പലവിധ നിറങ്ങളുടെ ഒരു സമ്മിശ്രണമാണ് മരപ്പാവകളിൽ ഉപയോഗിക്കുന്നത്. ഈ നിറങ്ങളാണ് മരങ്ങൾക്ക് ജീവൻ നൽകുന്നത്. പല ഭാഗങ്ങളായി നിർമ്മിച്ചെടുക്കുന്ന ചെറിയ ചെറിയ രൂപങ്ങൾ വിദഗ്ധരായ തൊഴിലാളികൾ ഒന്നിച്ചു ചേർത്ത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള വർണ്ണാഭമായ കളിപ്പാട്ടങ്ങളായി അവയെ രൂപാന്തരപ്പെടുത്തുന്നു.